അയ്യോ, എന്തിനാ കരയണേ? രാമച്ചൻ്റെ നിറഞ്ഞു വന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പാർവണ ചോദിച്ചു. സാരമില്ല കേട്ടോ, അമ്മ എന്നോടെല്ലാം പറഞ്ഞിരുന്നു. രാമച്ചൻ്റെ അസുഖം എല്ലാം വേഗം മാറും. ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കാം കേട്ടോ. ആ വൃദ്ധനെ നോക്കി അവൾ പറഞ്ഞു. അപ്പോഴാണ് അവളുടെ കണ്ണുകൾ ടേബിളിന് മുകളിൽ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ഫോട്ടോയിലേക്ക് എത്തിയത്. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സത്യയും അവളുടെ തോളിലൂടെ കൈയിട്ട് അപ്പുറത്ത് ഇപ്പുറത്തായി നിൽക്കുന്ന ശിവയും രാമച്ചനും. അവൾ സത്യയുടെ മുഖത്തേക്ക് തന്നെ കണ്ണെടുക്കാതെ നോക്കി. എന്തോ ഭംഗിയാ കാണാൻ. അല്ലെങ്കിലും ശിവസാറിൻ്റെ ആളല്ലേ, അപ്പം ഭംഗിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാൻ ആരാന്നും മനസ്സിലായില്ല അല്ലേ രാമച്ചന്? അയ്യോ, എന്തിനെങ്ങനെ കരയണേ? എനിക്ക് സങ്കടം വരൂട്ടെ രാമച്ച. രാമച്ചൻ്റെ എല്ലാ അസുഖവും മാറി പഴയ പോലെ ആവും. അതുപോലെ സത്യം വേഗം തിരിച്ചു വരും. സങ്കടപ്പെടുന്നു വേണ്ട കേട്ടോ. അവൾ രാമച്ചനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശിവസാറെങ്ങാനും എന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലേ വാരി നിലത്തടിക്കും. എന്നെ അത്രയ്ക്കും കാര്യാണേ. ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. സാറിന് എന്നെ കണ്ണെടുത്ത് കണ്ടുകൂടാ, അല്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം കൂടെ ഇവിടെ ഇരിക്കുകയായിരുന്നു.